ഒരു ഫ്രഞ്ച് പെൺകുട്ടി 24 വയസ്സിൽ ജീവിച്ചിട്ടുള്ളത്. മഠത്തിന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല, മിഷണറിമാരുടെ മധ്യസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. കടുകെട്ടി പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല, ഡോക്ടറത്തെ ചർച്ചാണ്. പറഞ്ഞു വരണത് നമ്മുടെ സ്വന്തം കൊച്ചുരേസ്യ പുണ്യവതിനെ പറ്റിയാണ്. പേര് പോലെ തന്നെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പുണ്യവതി ചെയ്തിട്ടുള്ളത്. ചെറുപ്പത്തിൽ കൊച്ചുരേസ്യ പുണ്യവതി ഒരു കുറ്റവാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഫ്രൻസി എന്നാണ് അയാളുടെ പേര്. ഒരു മോഷണത്തിനിടയിൽ 2 സ്ത്രീകളെയും ഒരു കുഞ്ഞിനെയും കൊലപ്പെടുത്തി അയാളുടെ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ മരിക്കുന്നതിന് മുമ്പ് ഇയാൾ മാനസാന്തര പഠനം അനുഭവിക്കണം എന്നാണ് ഈ കൊച്ചുരേസ്യയുടെ പ്രാർത്ഥന. നിശ്ചയിച്ച ദിവസം ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കി. പിറ്റേ ദിവസം പത്രം നോക്കുമ്പോഴത്തേക്കും വാർത്ത ഇങ്ങനെയാണ്: അയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ അടുത്തുണ്ടായിരുന്ന വൈദികന്റെ കയ്യിലുള്ള കൂച്ചുരൂപം വാങ്ങിച്ചിട്ട് ചുംബിച്ചത്ര. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇയാളുടെ ഈ മാനസാന്തരമല്ല, കൊച്ചുരേസ്യക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണേ? നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്, മീഡിയ ചാനലുകൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകാറുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുണ്ട്? ഞാൻ ഈശോയുടെ കയ്യിലെ പന്താണ്, എന്നെ വലിച്ചെറിഞ്ഞോട്ടെ, തട്ടിക്കളിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഈശോയുടെ കയ്യിലുണ്ട്. അത് കൊച്ചുരേസ്യയുടെ കോൺഫിഡൻസ് ആണ്. ജീവിതത്തിലെല്ലാം സ്മൂത്ത് ആയിട്ട് പോയ ഒരാളല്ല കൊച്ചുരേസ്യ. 4ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെടുന്നുണ്ട്, ശാരീരികവും മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. 15ാമത്തെ വയസ്സിൽ മടത്തി ചേരുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അപ്പന്റെ മനോദയ തെറ്റുണ്ട്. ഈ മനോദയ തെറ്റിയത് ഇവള് കാരണമാണെന്ന് പറഞ്ഞ് ഇവളുടെ കൂടെയുള്ളവർ ഇവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവസാനം ക്ലൈമാക്സ് എന്നോണം TV എന്ന രോഗം ഇവളെ വേട്ടയാടുന്നുണ്ട്. ഈ വേദനയും സഹനങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈശോയെ അള്ളിപ്പിടിച്ച ആളാണ് കൊച്ചുരേസ്യ. അത് തന്നെയാണ് കൊച്ചുരേസ്യ കാണിച്ചു തന്ന സ്വർഗത്തിലേക്കുള്ള